Guys, welcome back to another useful video with Learn with Binu. സോ ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ്, കേരള ഗവൺമെൻറ്റിൻ്റെ ന്യൂ സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്റ്റാണ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് അത് കാണുക. ദെൻ സെക്കൻഡ് പാർട്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഗവൺമെൻറ് സൈറ്റിൽ നിന്നുള്ള സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലും ഫസ്റ്റ് വീഡിയോയിലും പാർട്ട് 1ലും പാർട്ട് 2ലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാത്തതിന് കാരണം, അല്ലെങ്കിൽ ഒറ്റ പാർട്ടായിട്ട് ചെയ്തതിന് കാരണം, അത് എന്താണ്, ഒരു 1 hour സെഷനുള്ളിലൊക്കെ വരും ആയിരിക്കാം. അതെന്താണ്, നിങ്ങൾക്കത് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ അത് ബുദ്ധിമുട്ടാകും എന്ന് ഉള്ളൊരു കൺസേൺ കൊണ്ടാണ് ഞാനിത് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എന്താണ്, പാർട്ടായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് എന്താണ് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 3 വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2ലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ സ്കീമിലേക്ക് പോകാം. ഫസ്റ്റ് സ്കീം എന്ന് പറയുന്നത് എന്താണ്, സഖി എന്ന് പറയുന്ന സ്കീമാണ്. സൂതികാമിത്രം പദ്ധതി അല്ലെങ്കിൽ സഖി പദ്ധതിയാണ്. ഗർഭിണികൾക്കും പ്രസവിച്ച അമ്മമാർക്കും എന്താണ്, ആയുർവേദ രീതിയിലുള്ള ഗർഭിണികൾക്കും പ്രസവിച്ച അമ്മമാർക്കും ആയുർവേദ രീതിയിലുള്ള ശാസ്ത്രീയ പരിചരണം ലഭ്യമാക്കുന്നതിനും വനിതകൾക്ക് എന്താണ്, തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനുമായിട്ട് ആരൊക്കെ ചേർന്നാണ്, സഹകരണ വനിതാ ഫെഡ് നാഷണൽ ആയുഷ് മിഷൻ കേരളവുമായിട്ട് സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സഖി അഥവാ സൂതികാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. സഖി സൂതികാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഓപ്പറേഷൻ സീറോ ആണ്. എന്താണ്, എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും എന്താണ്, സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും തടയുന്നതിനായിട്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻസ് ബ്യൂറോ നടപ്പാക്കുന്ന പദ്ധതി ചോദിക്കാം. ഏതാണത്? അത് ഓപ്പറേഷൻ സീറോ ആണ്. ഓപ്പറേഷൻ സീറോ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും തടയുന്നതിനായിട്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സുതാര്യമായ ഭരണവും അഴിമതിരഹിത സേവനങ്ങളും ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ ഇടപെടലുകൾ തടയുന്നതിനും ഫയൽ നീക്കം വേഗത്തിലാക്കുന്നതിനും കർശനമായ മിന്നൽ പരിശോധനകൾ നടത്തുക തുടങ്ങിയവയാണ് ഓപ്പറേഷൻ സീറോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. 2 ലക്ഷ്യങ്ങളാണുള്ളത്. ദെൻ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ കർമ്മ പദ്ധതിയുടെ ഭാഗം എന്നാണ് AI ക്യാമറകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഓഫീസുകളിൽ നിന്നാണ് സജ്ജമാക്കും. ഇതാണ് ഓപ്പറേഷൻ സീറോ. ഓപ്പറേഷൻ സീറോ പദ്ധതി എന്താണ്? സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും തടയുന്നതിനായിട്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പറേഷൻ സ്പേസ് പഠിച്ചായിരുന്നു. എന്താണ്, സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ അവിടുത്തെ മറ്റ് നമ്മുടെ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സ്പേസ് പദ്ധതി എന്ന് പറയുന്നത് ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ അഴിമതിയും ക്രമക്കേടുകളും തടയാൻ വിജിലൻസ് നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ. ഓപ്പറേഷൻ സ്പേസ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, പഴയ വാഹനങ്ങളൊക്കെ ഉണ്ട്, കേസുകളുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സ്പേസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് വരുന്നത് തന്നെ കതിർ പദ്ധതി. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിങ് എന്നതാണ് കതിർ പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. കതിർ പദ്ധതി സംസ്ഥാനത്തെ എന്താണ്, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ കതിർ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ എന്താണ്, കാർഷിക മേഖലയുമായും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അതാണ് കതിർ പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണ രൂപം എന്നാണ് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിങ് എന്നതാണ് കതിറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദെൻ ഇത് കൃഷി വകുപ്പ് പ്ലസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംയുക്തമായിട്ടാണ് ഈ പദ്ധതി എന്താണ് നടപ്പാക്കുന്നത്. കാർഷിക സാങ്കേതിക വിദ്യ, അതേപോലെ തന്നെ പാരമ്പര്യ അറിവുകൾ, നവീന ആശയങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് വിദ്യാർത്ഥികൾ എന്നാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള മികച്ച പൗരന്മാരായി വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതെന്താണ്, പ്രകൃതിയാൽ പ്രചോദിതം കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭാവിക്കും എന്ന ലോക പരിസ്ഥിതി ദിന സന്ദേശം മുൻനിർത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ പ്രകൃതിയാൽ പ്രചോദിതം കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭാവിക്കും എന്ന ലോക പരിസ്ഥിതി ദിന സന്ദേശം മുൻനിർത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് കതിർ പദ്ധതി എന്ന് പറയുന്നത്. കതിർ പദ്ധതി. ദെൻ നമ്മുടെ 4മത്തേതാണ് KSRTCയുടെ ചലോ ആപ്പ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്കറിയാം, സ്ത്രീകൾക്കും അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര
നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത്. ഈ പ്രിയദർശിനി പദ്ധതി പ്രകാരം യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് ശേഖരിച്ച് യാത്രയുടെ ഗുണനിലവാരം യാത്രക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് ശേഖരിച്ച് സേവന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതിയ ഫീഡ്ബാക്ക് ആൻഡ് റേറ്റിംഗ് സംവിധാനം ആരംഭിച്ച ആപ്ലിക്കേഷനാണ്. ഈ ചലോ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ റേറ്റിംഗ് ആൻഡ് ഫീഡ്ബാക്ക് സംവിധാനം നടപ്പാക്കുന്നത്. നിലവിൽ യാത്രക്കാരുടെ സുരക്ഷ, സമയനിഷ്ഠ, ബസ്സിലെ സൗകര്യങ്ങൾ, ശുചിത്വം, ജീവനക്കാരുടെ പെരുമാറ്റം, യാത്രാ സൗകര്യം തുടങ്ങിയ വിവിധ ഘടകങ്ങൾക്ക് റേറ്റിംഗ് നൽകുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനുള്ള അവസരവും ഈ KSRTC ചലോ ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് പുനർജീവനം മധുരം പദ്ധതിയാണ്. പുനർജീവനം മധുരം പദ്ധതി എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ തദ്ദേശീയ മേഖലകളിൽ സുസ്ഥിര കാർഷിക ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുന്നതിനും പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീ പ്ലസ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജീവന മധുരം പദ്ധതി എന്ന് പറയുന്നത്. പുനർജീവനം മധുരം പദ്ധതി അപ്പോൾ അട്ടപ്പാടിയിലെ തദ്ദേശീയ മേഖലകളിൽ സുസ്ഥിര കാർഷിക ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുന്നതിനും പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജീവന പദ്ധതി. ഇത് വിജയകരമായി ആദ്യമായിട്ട് നടപ്പാക്കിയവിടെയാണ് അത് അട്ടപ്പാടിയിലാണ്. അടുത്തതായിട്ട് വരുന്ന റോറോ സർവീസ് സേതുസാഗർ 3 ആണ്. അപ്പോൾ പ്രിയദർശിനി പദ്ധതി പ്രകാരം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകി. അതേപോലെ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിൻ്റെ ഭാഗമായി കൊച്ചി നഗരസഭയുടെ 3ാമത് റോറോ സർവീസ് സേതുസാഗറിൽ സൗജന്യ യാത്ര ആരംഭിച്ചു. പുതിയ സർവീസ് എത്തുന്നതോടെ പശ്ചിമ കൊച്ചിയിലേക്ക് നഗരത്തിലേക്ക് കൂടുതൽ കൂടുതൽ സുഖവും ആധുനികവുമായിട്ട് മാറും. അടുത്തായിട്ട് വരുന്ന 7ാമത്തെ പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്ന പ്രതീക്ഷ പദ്ധതി. അപ്പോൾ ഇത് കുട്ടികളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. കുട്ടികളിലെ വൃക്കരോഗ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പുതിയ സമഗ്ര പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷ പീഡിയാട്രിക് റീനൽ അസസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ് എന്നതാണ് ഈ പ്രതീക്ഷ എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും സമയബന്ധിതമായി ചികിത്സയും ഇടപെടലുകളും ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ ഗുരുതര വൃക്കരോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രതീക്ഷ പദ്ധതി നടപ്പാക്കുന്നതാണ് ആരോഗ്യ വകുപ്പാണ്. ആർക്ക് വേണ്ടിയാണത്? അത് കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികളുടെ ഏത് വൃക്കരോഗത്തെ പ്രതിരോധിക്കുന്നതിനും ചികിത്സയ്ക്കുമായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രതീക്ഷ പദ്ധതിയാണ്. പ്രതീക്ഷ. അടുത്തതായിട്ട് 8ാമത്തത് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. KHSIP കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണമേന്മയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യ വകുപ്പ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നടപ്പാക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണമേന്മയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നടപ്പാക്കുന്നു. ഇത് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത്? ഏതിൻ്റെ സഹായത്തോടെയാണ്? വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന ആരോഗ്യ സംവിധാനത്തെ പുതുതലമുറ ആരോഗ്യ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ ശേഷിയുള്ളതാക്കുകയും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണമേന്മയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്താനായി ആരോഗ്യ വകുപ്പ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നടപ്പാക്കുന്നു. KHSIP ഇത് വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നടപ്പാക്കുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? പുതുതലമുറ ആരോഗ്യ വെല്ലുവിളികളെ വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന ആരോഗ്യ സംവിധാനത്തെ പുതുതലമുറ ആരോഗ്യ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ ശേഷിയുള്ളതാക്കുകയും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് 6 ഘടകങ്ങളാണുള്ളത്. കേരളത്തെ ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം പദ്ധതിക്ക് പ്രധാനമായിട്ട് 6 ഘടകമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് സമഗ്രമായ പകർച്ചവ്യാധി പരിചരണമാണ്. സമഗ്രമായ പകർച്ചേതര വ്യാധി പരിചരണം. 2 മുതിർന്ന പൗരന്മാർക്കായുള്ള ഭവനാധിഷ്ഠിത ആരോഗ്യ സേവനങ്ങൾ. 3 ആംബുലൻസ് 108 ആംബുലൻസ് സേവനങ്ങളോടുകൂടിയ ഏകീകൃത ട്രോമയും അടിയന്തര ചികിത്സയുമാണ്. 4 സംസ്ഥാനതല ഏകാരോഗ്യ നിരീക്ഷണം. 5 കാലാവസ്ഥ
വ്യത്യസ്ത പ്രതികരണ ശേഷിയുള്ള ആരോഗ്യ സൗകര്യങ്ങൾ. 5 എന്താണ്? ഡിജിറ്റൽ ഹെൽത്ത് രജിസ്ട്രികൾ, വിവര വിശകലനം എന്നിവ വഴി വേഗത്തിലുള്ള ഡിജിറ്റൽ ആരോഗ്യ ഏകീകരണം എന്നിവയാണ് 6 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണമേന്മയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്താനായി ആരോഗ്യവകുപ്പും കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നടപ്പാക്കുന്നു. ദെൻ അടുത്തതായിട്ട് വരുന്ന പദ്ധതി എന്ന് പറയുന്നത് K-Learn ആണ്. K-Learn സംസ്ഥാനത്ത് നിലവിൽ 4 വർഷത്തെ ബിരുദ പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കാലാനുസൃതവും നൂതനവുമായ പഠനാവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഏത് വകുപ്പ്? സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ച ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് K-Learn എന്ന് പറയുന്നത്. K-Learn അപ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന 4 വർഷ ബിരുദ പാഠ്യ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കാലാനുസൃതവും നൂതനവുമായ പഠനാവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ച ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് ഏതാണ്? K-Learn എന്ന് പറയുന്നത്. K-Learn വിവിധ വിഷയങ്ങളിലുള്ള നിലവാരമേറിയ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ രീതിയിൽ ലഭ്യമാക്കുകയും പഠനത്തിൻ്റെ ഗുണമേന്മയും വ്യാപ്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന പദ്ധതിയാണ് സുശക്തി പദ്ധതി എന്ന് പറയുന്നത്. ചുവരി കേട്ടിട്ടുണ്ടായിരിക്കാം. സുശക്തി പദ്ധതി എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനുമായിട്ട് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് സുശക്തി പദ്ധതിയാണ്. സുശക്തി പദ്ധതി. അപ്പോൾ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സുശക്തി എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുകയും വിപണി സാധ്യതകൾ കണ്ടെത്തി ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ളവ പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുകയും വിപണി സാധ്യതകൾ കണ്ടെത്തി ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള പിന്തുണകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ്. എന്നാണ് പദ്ധതി? സുശക്തി പദ്ധതി. ആർക്ക് വേണ്ടിയാണ്? ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് സുശക്തി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ചുവട് 2026 കർമ്മ പദ്ധതിയാണ്. പാഠപുസ്തക പഠനത്തിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും മൂല്യബോധമുള്ളതുമായ ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ചുവട് 2026 കർമ്മ പദ്ധതി എന്ന ചുവട് 2026 അല്ലെങ്കിൽ ചുവട് 26 പദ്ധതി എന്ന് പറയുന്നത്. ചുവട് 2026 അല്ലെങ്കിൽ 26 എന്നാണ് കുട്ടികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കി മാറ്റാനുള്ള പദ്ധതി 2026 സംസ്ഥാന വിദ്യാലയങ്ങൾ പൂർണ്ണതോതിൽ നടപ്പാക്കും. അടുത്തായിട്ട് വരുന്നത് ME ഹെൽത്ത് ആണ്. ME ഹെൽത്ത് അഥവാ മീ ഹെൽത്ത് എന്നും പറയാം, അല്ലെങ്കിൽ ME ഹെൽത്ത് എന്നും പറയാം. ഇതെന്താണ്? പൊതുജനങ്ങൾക്ക് സമീപത്തുള്ള സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളും അവിടെയുള്ള സേവനങ്ങളും വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ സമഗ്ര ഡിജിറ്റൽ സംവിധാനമാണ് ME ഹെൽത്ത് അല്ലെങ്കിൽ മീ ഹെൽത്ത് ആപ്പ് എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള ആശുപത്രികൾ, അതേപോലെ അവിടെ ലഭ്യമായ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ, ലാബ് പരിശോധനകൾ, അവയുടെ നിരക്കുകൾ തുടങ്ങിയവ അറിയാനും കൂടാതെ ആശുപത്രികളിലെ ബ്ലഡ് ബാങ്ക്, പേ വാർഡ്, റേഡിയോളജി സേവനങ്ങൾ, ഫാർമസി എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമാക്കുന്ന ആപ്പാണ് മീ ഹെൽത്ത് ആപ്പ് അല്ലെങ്കിൽ ME ഹെൽത്ത് എന്ന് പറയുന്നത്. ME ഹെൽത്ത് അല്ലെങ്കിൽ മീ ഹെൽത്ത് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംസ്ഥാന ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ സമഗ്ര ഡിജിറ്റൽ സംവിധാനമാണ് ME ഹെൽത്ത് അല്ലെങ്കിൽ മീ ഹെൽത്ത് എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് സമീപത്തുള്ള സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളും അവിടെയുള്ള സേവനങ്ങളും വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ സമഗ്ര ഡിജിറ്റൽ സംവിധാനമാണ് ME ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? തൊട്ടടുത്തുള്ള ആശുപത്രികൾ നമുക്കറിയാം, അതേപോലെ അവിടെ ലഭ്യമായ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ, അതേപോലെ നമുക്ക് ലാബ് പരിശോധനകൾ, അവയുടെ നിരക്കുകൾ തുടങ്ങിയവ അവയുടെ നിരക്ക്, അവിടെ ലാബ് പരിശോധനകൾ, അവയുടെ നിരക്കുകൾ തുടങ്ങിയവ അറിയാം. പിന്നെ കൂടാതെ ആശുപത്രികളിലെ ബ്ലഡ് ബാങ്ക്, പേ വാർഡ്, റേഡിയോളജി സേവനങ്ങൾ, ഫാർമസി സേവനങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ഈ ആപ്പിലൂടെ ME ഹെൽത്ത് എന്ന ആപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് കൈറ്റ് ക്യൂ ട്രാക്ക് ആണ്. കൈറ്റ്
ക്യൂ ട്രാക്ക് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ ന്യൂനതമായ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൈറ്റ് ക്യൂ ട്രാക്ക് എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ ന്യൂനതമായ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കൈറ്റ് ക്യൂ ട്രാക്കാണ്. പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുകയാണ് ഈ സംവിധാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നപ്പോൾ കൈറ്റ് ക്യൂ ട്രാക്ക്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഒരു ഇനിഷ്യേറ്റീവാണ് പരിസ്ഥിതി സൗഹാർദ്ദ ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ ഹില്ലി അക്വയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് കുടിവെള്ള വിതരണത്തിനായി പരിസ്ഥിതി സൗഹാർദ്ദ ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഏതാണ്? നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് കുടിവെള്ള വിതരണത്തിനായിട്ട് പരിസ്ഥിതി സൗഹൃദ രാജ്യത്ത് ആദ്യമായിട്ട് കുടിവെള്ള വിതരണത്തിനായി പരിസ്ഥിതി സൗഹൃദ ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. കുറച്ചിങ്ങനെ വായിക്കുമ്പോൾ ഇടയ്ക്ക് തെറ്റ് വരുന്നതാണ്. സോ ഗായ്സ് ക്ഷമിക്കുക. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് കുടിവെള്ള വിതരണത്തിനായി പരിസ്ഥിതി സൗഹൃദ ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ജലവകുപ്പിന് കീഴിലുള്ള ആരാണ്? കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റായ ഹില്ലി അക്വയാണ് ഈ സംവിധാനം. അക്വയിലാണ് ഈ നവീന സംവിധാനം നടപ്പാക്കിയത്. പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള കുടിവെള്ളം ലഭ്യമാക്കുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ദെൻ ചോളം, കരിമ്പ് തുടങ്ങിയവയിൽ നിന്നുള്ള അന്നജ അടിസ്ഥാനത്തിലുള്ള വസ്തുക്കളാണ് ബോട്ടിലിൻ്റെയും അടപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബയോ ബോട്ടിലുകൾ ചോളം, കരിമ്പ് മുതലായ പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങളിൽ നിന്നുള്ള അന്നജത്തിൽ നിന്ന് നിർമ്മിക്കുന്ന പോളി ലാക്റ്റിക് ആസിഡ് പ്രീഫോമുകളാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി കുടിവെള്ള വിതരണത്തിനായി പരിസ്ഥിതി സൗഹൃദ ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം ജലവിഭവ വകുപ്പിന് കീഴിലുള്ള ആരാണ്? കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉടമസ്ഥതയിലുള്ള കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റായി ഹില്ലി ഒക്കെയാണ് ഈ നവീന സംവിധാനം നടപ്പാക്കിയത്. ദെൻ അടുത്തതായിട്ട് വരുന്ന പദ്ധതി ഏതാണ്? അത് GIS സംവിധാനം അധിഷ്ഠിത ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനമാണ്. അപ്പോൾ കേരളത്തിലെ കശുമാവ് കൃഷി മേഖലയെ സമ്പൂർണ്ണമായി ഡിജിറ്റൽ ഗവേണൻസ് ചട്ടക്കൂട്ടിലാക്കി വേഗതയുള്ളതും സുതാര്യതുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംവിധാനമാണ് GIS സംവിധാനം. GIS അധിഷ്ഠിത ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനം. കശുമാവ് കൃഷി മേഖലയിൽ രാജ്യത്തെ ആദ്യ GIS അധിഷ്ഠിത ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനം നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളമാണ്. അപ്പോൾ കശുമാവ് കൃഷി മേഖലയിൽ രാജ്യത്തെ ആദ്യത്തെ GIS അധിഷ്ഠിത ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. then അടുത്തായിട്ട് വരുന്നത് ട്രൈബൽ വെൽഫെയർ സെൻറ്റർ അഥവാ ട്രൈബൽ ഹബ്ബാണ്. കേരളത്തിലെ ആദിവാസി ഊരുകളിലെ സമഗ്ര ആരോഗ്യ പരിചരണം ഉറപ്പാക്കാനായി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ട്രൈബൽ ഹബ്ബ് അഥവാ ട്രൈബൽ വെൽഫെയർ സെൻറ്റർ സ്ഥാപിതമായത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ പോത്തുകല്ലിലാണ്. അപ്പോൾ കേരളത്തിലെ ആദിവാസി ഊരുകളിലെ സമഗ്ര ആരോഗ്യ പരിചരണം ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് ആദ്യമായി ട്രൈബൽ ഹബ്ബ് അഥവാ ട്രൈബൽ വെൽഫെയർ സെൻറ്റർ സ്ഥാപിതമായത് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ പോത്തുകല്ലിലാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എത്തിപ്പെടാൻ പ്രയാസമുള്ള ഉൾനാടൻ ഗോത്ര വർഗ മേഖലകളിൽ എല്ലാ സേവനങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്നതാണ് ഈ സെൻറ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് AK ഗോപാലൻ്റെ വ്യക്തിഗത സ്മാരക മ്യൂസിയമാണ്. അതെവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ്. അപ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനിയും രാജ്യത്തെ ആദ്യ പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവുമായിരുന്ന AK ഗോപാലൻ്റെ AKGയുടെ വ്യക്തിഗത സ്മാരക മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ്. ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ AKG ആയില്യത്ത് കുറ്റിയാരി ഗോപാലനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാമാണ്? അദ്ദേഹം പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. അത് ശരിയല്ലേ? ശരിയാണ്. രാജ്യത്തെ ആദ്യ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ശരിയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിത സ്മരണകളുമായി ചരിത്രവും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന മ്യൂസിയം എവിടെയാണ്? കണ്ണൂരിലെ പെരളശ്ശേരിയിൽ ഒരുങ്ങുന്നു. ശരിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് പ്രസ്താവന ഓപ്ഷൻ D എന്നിവ 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അടുത്തായിട്ട് വരുന്നത് KSAFE പദ്ധതിയാണ്. KSAFE കേരള ഗവൺമെൻറ് പുതിയ
എന്താണ് സംസ്ഥാനത്തെ വ്യവസായ മേഖലകളിലെ അപകടങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിഷൻ സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി, കേരള ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കെ സേഫ് എന്ന് പറയുന്നത്. കെ സേഫ് കേരള ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പ്. അപ്പോൾ സംസ്ഥാനത്ത് തന്നെ സംസ്ഥാനത്തെ വ്യവസായ മേഖലകളിലെ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷൻ സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേരള ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്താണ് കെ സേഫ് പദ്ധതി എന്ന് പറയുന്നത്. കെ സേഫ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫാക്ടറി സുരക്ഷാ മേഖലയിൽ ഇത്തരമൊരു സമഗ്ര ജിയോ സ്പേഷ്യൽ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നത്. സുതാര്യവും വേഗതയേറിയതുമായ ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനമാണ് കെ സേഫ്. തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ വ്യവസായ വളർച്ചയും കെ സേഫ് പദ്ധതി എന്നാണ് ലക്ഷ്യമിടുന്നുണ്ട്. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് തടയുന്ന പ്രെഡിക്റ്റീവ് പ്രിവിഷൻ രീതിയിലാണ് എന്താണ് ഈ കെ സേഫ് വഴി നടപ്പാക്കുന്നത്. ദെൻ അടുത്തായിട്ട് വരുന്നത് രക്ഷാകവചം അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. രക്ഷാകവചം എന്ന് പറയുന്നൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പം തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷയും അടിയന്തര സഹായവും ഉറപ്പാക്കാനായി സർക്കാർ നടപ്പാക്കിയ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് അത് രക്ഷാകവചം പദ്ധതിയാണ്. രക്ഷാകവചം. അപ്പോൾ സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷയും അടിയന്തര സഹായവും ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? അത് രക്ഷാകവചം അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ജോലി സ്ഥലത്തോ അല്ലാതെയോ ആകസ്മികമായി ജീവൻ നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബത്തിന് എത്രയാണ് 5 ലക്ഷം രൂപ വരെ അടിയന്തര സഹായം ലഭ്യമാകുന്ന പദ്ധതിയാണ് രക്ഷാകവചം അപകട ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ഇതെന്താണ് ചിയാഗ് വിഭാവനം ചെയ്ത പദ്ധതി തൊഴിൽ വകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത്. രക്ഷാകവചം അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് ചിയാഗ് വിഭാവനം ചെയ്ത പദ്ധതി തൊഴിൽ വകുപ്പിൻ്റെ പൂർണ്ണ സഹായത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത്. അടുത്ത ലാസ്റ്റ് 20ാമത്തെ നമ്മുടെ കേരളം ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം, എല്ലാ സേവനങ്ങളും ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് നമ്മുടെ കേരളം ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം ആണ്. ആ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി IT വകുപ്പ് നിർമ്മിച്ച ആപ്ലിക്കേഷനാണ് നമ്മുടെ കേരളം ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പൗരന്മാർക്ക് ഉദ്യോഗസ്ഥരെ നേരിട്ടോ ഓൺലൈനായോ ബന്ധപ്പെട്ട് പരാതികൾ തീർപ്പാക്കുന്നതിനും ഭരണനിർവഹണത്തിലും നയരൂപീകരണത്തിലും പൗരന്മാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് നമ്മുടെ കേരളം പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 20 പ്രധാനപ്പെട്ട സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഇനിഷ്യേറ്റീവ്സ് സ്കീംസ് കാര്യങ്ങളൊക്കെ അവിടെ ഗവൺമെൻറ് ഡെയിലി അപ്ഡേറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിൽ ലഭിക്കുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ ആൻഡ് വെയിറ്റിംഗ് ഫോർ the another series of this current affairs. Thank you so much. Have a nice day. Thank you so much. Have a nice day once again.